ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഒരുപാട് നാൾ മുമ്പ് ചെയ്ത ഒരു ബുദ്ധൻ്റെ വാട്ടർഫാൾ വർക്കാണ്. ഒരു മരവും പിന്നെ അതിനകത്തൊരു കേവും പിന്നെ ആ കേവിനകത്ത് ബുദ്ധൻ ഇരിക്കുന്നതും ബുദ്ധൻ്റെ മുകളിൽ കൂടി വെള്ളം വരുന്നതൊക്കെ ആയിട്ട് ഭയങ്കര വലിയൊരു വർക്കായിട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇതാണ് ഗെയ്സ് ഇതിൻ്റെ ഒരു അവസ്ഥ. ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് മീനുകളെ വളർത്തുകയാണ്. കുറേ നാളുകളായി ഞാൻ ഈ മീനുകളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട്. ഇന്ന് വന്ന് നോക്കുമ്പോൾ വെള്ളം കംപ്ലീറ്റ് ആൽഗയായിട്ട് ഫുൾ ഗ്രീൻ വാട്ടറായിട്ട് കിടക്കുകയാണ്. മീനുകളെ ഒന്നിനെയും കാണാൻ പറ്റുന്നില്ല. ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം മുകളിൽ വന്ന് ഫുഡ് എടുത്തിട്ട് ഇവന്മാർ അകത്ത് അടിയിൽ അങ്ങ് പോയി കിടക്കും. അവിടെ എന്താണ് പരിപാടി എന്നുള്ളത് നമുക്കറിയത്തില്ല. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇവന്മാരെ നല്ലതുപോലെ കാണാൻ പറ്റുകയുള്ളൂ. ഞാൻ ഈ വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് വേറെ വെള്ളം ഒഴിക്കാനുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെള്ളം മാറ്റുമ്പോൾ ആദ്യം ടാങ്കിൻ്റെ മുകളിൽ നിന്നും കുറച്ച് തെളിഞ്ഞ വെള്ളം കോരി സ്റ്റോർ ചെയ്ത് വയ്ക്കേണ്ടതാണ്. എന്നിട്ട് പതിയെ ഓരോ മീനുകളായിട്ട് പിടിച്ച് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് കാർപ്പും പ്ലേറ്റിയുമാണ് കിടക്കുന്നത്. കാർപ്പ് ഭയങ്കര വലിയ സൈസൊന്നുമല്ല. ഞാൻ എൻ്റെ തീറ്റി കൊടുക്കുന്നതിൻ്റെ ആ ഒരു മികവ് കാരണം അതിൻ്റെ സൈസ് ഇപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടിട്ട് ആ ഒരു സൈസിൽ തന്നെ കിടക്കുകയാണ്. നമ്മുടെ ടാങ്കിൽ ഇത്രയും അധികം പായലാണ് പിടിച്ച് കിടക്കുന്നത്. അത് ഒരു തൊണ്ട് വച്ചിട്ട് ഞാൻ ഫുള്ള് തേച്ച് ഉരച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി അടിപൊളിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന വെള്ളം ആദ്യം ടാങ്കിലേക്ക് ഒഴിക്കണം. പുതിയ ഒരു വെള്ളത്തിൽ ഒരിക്കലും മീനുകളെ ആദ്യമേ പിടിച്ചിടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ pH ലെവലൊക്കെ മാറി മീനുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മീനുകൾ ഏത് വെള്ളത്തിലാണോ കിടന്നത് ആ വെള്ളം തന്നെ ആദ്യം ഒഴിച്ചതിന് ശേഷം പുതിയ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇടുന്നത് കൊണ്ട് മീനുകളിൽ വരുന്ന ഫംഗസിനെയൊക്കെ തടയാൻ സാധിക്കും. ഇനി നമുക്ക് മീനുകളെയൊക്കെ പിടിച്ച് അതിൻ്റെ സ്വന്തം തറവാട്ടിൽ കൊണ്ടുചെന്നാക്കാം. കയ്യിരുന്ന് ചാവാതെ പെട്ടെന്ന് ഓടിപ്പോടേ. ടാങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നത് കൊണ്ടാണ് ആൽഗയൊക്കെ പെട്ടെന്ന് വളരുന്നത്. അതുകൊണ്ട് ഞാനൊരു പൈപ്പ് ഇവിടെ കിടന്നതിനെ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാം റെഡിയാക്കി അതിൻ്റെ മുകളിൽ വെച്ച് സെറ്റാക്കി 3-4 ഓടൊക്കെ വെച്ച് എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ഭയങ്കര വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല. ഞാനൊരു ചുമ്മാ ഒരു രസത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ശ്യാംലാൽ വെമ്പായം എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി തരിക ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.